പറയണ്ട എന്റെ ജാനു. ഞാനൊരുത്തനും അപ്യ കൊറേ ആളും. അതിനല്ല ഇപ്പൊ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഈ തലപ്പുണ്ണാക്കി പോകേണ്ടിയിരിക്കണേ. ഈട നമ്മുടെ ടൗണില് ഒരു മുസ്ലിം പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. എല്ലാരും ഒരു കൂട്ടക്കാരെ പോലെയാ കഴിയുന്നത്. എന്നിട്ട് നിങ്ങൾ കാര്യം പറയുന്നില്ലല്ലോ. ടൗണിന്റെ നടുവിലായി എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു കാഴ്ച വസ്തു ഒറ്റ തടിയിൽ കൊത്തി കൊടുക്കണമെന്ന് പോലും. എവിടെയോനെ, എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ തരാൻ ഒടുക്കം ഞാൻ നോക്കാന്ന് പറഞ്ഞു വിട്ടു. കയ്യപ്പാ, ഇവിടെ നിങ്ങൾ എന്ത് നോക്കാൻ? എന്നെ നോക്കിയിരിക്കണം. അല്ല പിന്നെ ഓരോരോ പോക്കനത്തോളും ഈ വയസ്സുകാലത്ത്. എങ്ങനെയെന്ന് കയ്യാന്നറിയുന്നത്? പട്ടുമളയും മേടിച്ച ആശാരിയല്ലേ ഞാൻ. ജാതി പ്രാന്തുള്ള കുറെ യശമാനന്മാരും മാപ്പിളാരും പള്ളിയിലച്ചനും ഒക്കെ ആളെ കൂട്ടി വരും. അയ്യോ, അവരൊക്കെ നല്ല മനുഷ്യന്മാരല്ലേ, അവരെ ചൊടിപ്പിക്കാൻ പറ്റൂല. ആ സർവശക്തനൊരു വഴി കാണിക്കും, ശരിയാക്കാം. അതാ ആ മരം മുറിക്കാം, പണിയുടെ തുടങ്ങും. എന്താ ഗോവിന്ദ, ഓനോളും കൂടി ഒരു കുശലം. നോം വന്നത് ഇടങ്ങേറായോ? ഏയ് ഇല്ല, പിന്നെ ആ കാഴ്ച വസ്തു ഉണ്ടാക്കുന്നതിന് സംസാരിക്കേ. അസലായി നോം ചിലത് പറയുവാനാ വന്നത്. അതായത് നമ്മുടെ ഹിന്ദുക്കൾക്ക് പറ്റുന്ന തരത്തിൽ ഒരെണ്ണം ഉണ്ടാക്കാം അല്ലേ ഗോവിന്ദ? സാക്ഷാൽ കൃഷ്ണൻ. അതാകുമ്പോ ആരും എതിര് പറയില്ല. എന്താ നിന്റെ അഭിപ്രായം ഗോവിന്ദ? അതിപ്പോ ഹിന്ദുക്കൾ മാത്രമല്ലോ, മറ്റുള്ളവരുണ്ടല്ലോ. ഇരിക്കട്ടെ ഇരിക്കട്ടെ ഗോവിന്ദ, നമ്മുടെ കവലയിൽ 4 റോഡുകളും ചേരുന്ന ഭാഗത്ത് ഒരു കൃഷ്ണൻ, അതൊരു ഐശ്വര്യല്ലേ ഗോവിന്ദ? അപ്പൊ നിങ്ങളൊക്കെ ഇന്നലെ ഒന്നിച്ചല്ലേ കാര്യം പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്നുണ്ടാക്കണമെന്ന്? എങ്ങനെ എങ്ങനെ എങ്ങനെ? എന്നാ താൻ വല്ല മാപ്പിളയിലും പോയി കൂടാശാരി. ഓൻ്റെ ഒരു പറച്ചില. നമ്പൂതിരിച്ചൻ അങ്ങനെ പറയാം, പക്ഷെ എനിക്ക് എന്റെ പണി എങ്ങനെയല്ലേ, എനിക്കെല്ലാരും വേണ്ടേ? ഞാനൊരു ആശാരിയല്ലേ. ഇവനെ കൊണ്ട് കഴിയെങ്കിൽ കഴിയുമെന്ന് പറയാം. എനിക്ക് ഇന്നലെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ കാര്യം പറഞ്ഞത് ഗോവിന്ദ? അത് ഇന്നലെ, ഇന്നലെയും ഇന്നും ഇനി നാളെയും നീ ഹിന്ദു എന്നല്ലേ ഗോവിന്ദ? അല്ലേ? ഞാൻ പറഞ്ഞത് നീ മനസ്സിൽ ഓർത്തു വെച്ചോ. കൃഷ്ണൻ മാറ്റണ്ട. ആ ദൈവം ഒരു വഴി കാണിക്കും, ശരിയാക്കാം. അങ്ങോട്ട് പോകും. ജാനു, ഡി ജാനു, എന്തോ? ഒന്ന് പിടിച്ചേ. അല്ല ഗോവിന്ദേട്ടാ, എന്താ ഒരു പരിചയമില്ലാത്ത പോലെ? പണിയുടെ തിരക്കായിരിക്കും അല്ലേ? എന്താ ഗോവിന്ദേട്ടാ, കൊരങ്ങ് ചത്ത ആട്ടക്കാരനെ പോലെ ഒരു ബേജാറ്. പറയറോന്ന് എന്നില്ലെങ്കിലും ഞങ്ങളൊക്കെ നിങ്ങളുടെ ആളല്ലേ. നിങ്ങൾക്ക് പോന്ന്, ഞാൻ വലിയൊരു കെണിച്ചിലാണ്. അല്ല, ഇയാളെന്ത് ഉറുമ്പുള്ള മരത്തിൽ കയറിയാണ് കളിക്കുന്ന? ഗോവിന്ദേട്ടാ പറ, ഞങ്ങളില്ലേ പരിഹാരം ഉണ്ടാക്കാം. ആ നമ്പൂതിരിച്ചൻ രാവിലെ വന്നിരുന്നു. അയാൾ പറയുന്നത് ടൗണിന്റെ നടുവിലായി ഒരു കൃഷ്ണനെ കൊത്തിവെക്കണം. നടക്കുന്ന കാര്യമാണത്. അത് ബെസ്റ്റ് ഗോവിന്ദേട്ടാ, പേടിക്കണ്ട, ഞങ്ങളില്ലേ ശരിയാക്കാം. പിന്നെ അത് മുസ്ലിയാരും പള്ളിയിലച്ഛനും ഇതേ നമ്പൂതിരിച്ചനും കൂടി പറഞ്ഞത് ടൗണിന്റെ നടുവിലായി എല്ലാവർക്കും പറ്റുന്ന ഒന്നുണ്ടാക്കണം. എന്നിട്ട് ഇയാളിപ്പോ കൃഷ്ണന്റെ ആളായി. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം.
വരൻ തയ്യാറായല്ലേ? ഇനി സാരമില്ല, സമയമുണ്ടല്ലോ. സാരമില്ലെന്നോ? നീ എന്താടി പറയുന്നത്? ഇനി ആ പ്രശ്നം എന്ത് പ്രശ്നം? പണം അവരെല്ലാം കൂടിയെടുത്ത തീരുമാനമല്ലേ? ഏയ് അതൊന്നല്ല, നമ്പൂതിരിച്ചന്റെ ആ ദുഷ്ടബുദ്ധി അലിമ്പ്. ഒറ്റ തർക്കം, കൃഷ്ണന്റെ പ്രതിമ തന്നെ വേണം. അതിനെന്താ, നല്ലതല്ലേ? നല്ലൊരു കൃഷ്ണനെ കൊത്തിക്കൂടെ? ആ കൃഷ്ണനെയും കൊത്താം, രാമനെയും കൊത്താം. എന്താ ഇത്? വാളെടുത്ത് കൊത്തണോ? എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോകാൻ. ഓളൊരു വർത്താനം. അപ്പി പറയുന്നതും കൊത്തണം. മറ്റോനിടെ തീ തിന്നുമ്പോൾ ഒരു വർത്താനം. ഒറ്റ മരമേ ഉള്ളൂ, എങ്ങനെ ഒത്തു? ഓ അത് ശരി, ഒരു കാര്യം ചെയ്യാം. കൃഷ്ണന്റെ തലയും കോയല് പിടിച്ച ഒരു കൈയും കൊത്ത്. കൊത്ത് 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 എല്ലാം കൊത്തിച്ചാടേണ്ടി വരും. പറയുന്നത് കേൾക്ക്. മറ്റേ ഭാഗത്ത് ഇടത് കൈ നീട്ടി പിടിച്ച് കൊത്ത്. കുരിശിൽ യേശുവിന്റെ ആണിത്തെറിച്ച കൈ. എങ്ങനെയുണ്ട്? നല്ല വാങ്ങിണ്ട്. എന്നിട്ട് ഇക്കായും കൂട്ടരും വന്ന് എന്റെ തല കൊത്തു. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അവരെല്ലാം നമ്മൾ പോലെ ഇന്ത്യക്കാർ തന്നെയല്ലേ? ഈ പള്ളിയില്ലേ, ചർച്ചില്ലേ, അമ്പലമില്ലേ, ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായോ? ആ ശരി, അകത്ത് പോയി സംസാരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആചരിക്കാൻ കസേരയില്ലേ ഗോവിന്ദേട്ടാ? വേണ്ട വേണ്ട. ഗോവിന്ദ, പണി എവിടം വരെ? അത് പിന്നെ തീർന്നിട്ടില്ല, ശരിയായി വരുന്നു. അതെയോ? അത് പിന്നെ ഒരു 1.5 പണിയായിരിക്കും. ഗോവിന്ദ, ഒന്ന് കാണാൻ പറ്റോ? അതിപ്പോ തീർന്നിട്ടില്ല, പകുതിയിൽ. അത് സാരമില്ല, ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഗോവിന്ദ, എന്താ ഇത്? ഞങ്ങളെ തമാശാക്കിയ? എന്താ നിന്റെ ഉദ്ദേശം? ശരിയാ, എന്ത് തോന്നിയോ സച്ചോ? വർഗീയം വർഗീയം തന്നെ. അല്ല അച്ചോ, മറ്റേ കൈ നോക്ക്, കുരിശിൽ ധരിച്ചതാണത്. അപ്പൊ കുരിശ് എവിടെ? ചോദിക്കച്ചോ, എന്താ മക്കാരൊക്കെയാ? അച്ചോ, കുരിശ് പിറകു വശത്തല്ലേ? അതൊന്നും പറ്റില്ല. ക്രൂശിതനായ യേശുവിനെയാണ് വേണ്ടത്. ഇടവകയിലുള്ളവർ ഇളകും, പറഞ്ഞേക്കാം. ഞാനെല്ലാം കേട്ടു. നിങ്ങൾ സമാധാനിക്കുന്നു. അവരൊക്കെ വന്ന് പറഞ്ഞു പോകട്ടെ. ദൈവം ഒന്നേ ഉള്ളൂ, ആരുടെയും കുത്തകയല്ല. താൻ പാതി ദൈവം പാതി എന്നല്ലേ ചൊല്ല്. ദൈവം തന്നോളും. നമസ്കാരം അമിച്ച. നമസ്കാരം ഗോവിന്ദ, നമസ്കാരം. എന്തായി ഗോവിന്ദ, നിനക്കും ഭാര്യക്കും സുഖം തന്നെയല്ലേ? നിന്നെ കണ്ടിട്ടേ ഇല്ല. വീട്ടു സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വീടിൽ നിന്ന് വാങ്ങിച്ചോ. ആ എന്തായി ഗോവിന്ദ, പണി തുടങ്ങി കാണും അല്ലേ? പൈസ വല്ലത് വേണമെങ്കിൽ പറയണം, മടിക്കണ്ട. ഏയ് വേണ്ട, നിങ്ങൾ മാത്രമേ അക്കാര്യം പറഞ്ഞുള്ളൂ. അത് തീർന്നിട്ടില്ല, അടുത്ത ആഴ്ച എല്ലാം ശരിയാകും. ആ എന്നാലും ഒന്ന് കാണാലോ. എന്താ ഇത്? കൊയലൂത് നാളും കുരിശിൽ തറച്ച കയ്യും. എന്താ ആൾക്കാരോട് പറയും? പിള്ളേരെ കളിയാ? മമ്മിച്ച നോക്കിക്കോ, ആൾക്കാരിളകും. പിള്ളേർ വെറുതെ ഇരിക്കോ? കത്തും തീർച്ച. ഒറ്റത്തടിയിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയുന്നില്ല. ഒന്നും വേണ്ടാന്ന്, ഒന്നും വേണ്ട. ഒരു മിനാരും പിന്നെ ഒരു നിലാവും കൊറ്റും മാത്രം മതി.
എളുപ്പം, ഒരു പണിയും ഇല്ല. നീലാവും കൊറ്റും എല്ലാവർക്കും ഒരുപോലെയല്ലേ ഗോവിന്ദ? ഇപ്പൊ പോന്ന്, അടുത്ത ആഴ്ച വരും. ഞാൻ മാത്രമല്ല, എല്ലാവരും. പൈസക്ക് ബുദ്ധിമുട്ടാണ് പറയണം, ആടെ ജാതി നോക്കണ്ട. പണിയൊന്നും തീർന്നിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യും? ഗോവിന്ദ, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പണം ചെക്കായിട്ട് വേണോ അതോ നോട്ടായിട്ട് വേണോ? ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ നേരെയില്ല, അല്ലേ അച്ഛോ? അങ്ങനെയല്ലേ? അതെ അതെ, വണ്ടിയും കൂലിക്കാരും പുറത്ത് നിൽക്കുകയല്ലേ. ഹൈ, എന്തിനാ അമാന്തിക്കണേ? എല്ലാവർക്കും ഇഷ്ടപ്പെടണം, സമാധാനം വേണം. തറയും നടയും തയ്യാറായി. ഇനി അല്പം മിനുക്ക് പണി മാത്രം ബാക്കി. അത് വൈകുന്നേരത്തോടെ ശരിയാകും. ഗോവിന്ദൻ ഇപ്പോഴേ ക്ഷണിക്കുന്നു. നമ്മുടെ ഗുരുസ്വാമിയും കത്തീബും യോഗാവിയും കൂടിയാണല്ലോ ഉദ്ഘാടനം. അതിന്റെ പേരിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു കച്ചറയും കുൽമാലും വേണ്ട. ഞമ്മ എല്ലാവരും എപ്പോഴും കാണേണ്ടവരല്ലേന്ന്. ആ, വണ്ടി റെഡി. വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം. എനിക്കൊറ്റക്കായ ഒരു അഭിപ്രായമില്ല. ഇടവകയിലുള്ളവർക്ക് രമ്യതയോടെ കഴിയണം. കർത്താവിന് ജനങ്ങളെല്ലാം കുഞ്ഞാടുകളെ പോലെയാണ്. എന്റെ അയൽക്കാര്, നിങ്ങളാണ് എന്നെ ഞാനാക്കിയത്. എനിക്ക് പട്ടുമളയും തന്ന് ആദരിച്ചത് നിങ്ങളാ. അവിടെ ആരും അന്യരല്ലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ ശരിക്കൊന്ന് ഉറങ്ങിയത്. എനിക്കൊരു ഒഴിവിൽ ഗോവിന്ദ, ഭയപ്പെടേണ്ട, ഞാൻ പറയുന്നത് പോലെ പണി തീർത്തോളൂ എന്ന്. ഞാൻ അതനുസരിച്ചു. പണി പൂർത്തിയായതിന്റെ സന്തോഷത്തിലാണ് ഞാനും എന്റെ ഭാര്യയും. ഇവിടുത്തെ പണി കാണിക്കല്ലോ, അപ്പൊ പറയാം. ഇത് മതിയോ? മതി. सारे जहान से अच्छा हिंदुस्तान, सारे जहां